വെൽക്കം ടു ജെയ്സീസ് വേൾഡ്. ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങച്ചാറ് തയ്യാറാക്കാം. ഇതിന് ഞാനിവിടെ 1 കിലോ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഉപ്പ് ചേർത്ത് ഒരു അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കുകയാണ്. ഇനി ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ഉലുവ അതുപോലെ കായവും കൂടെ ഒന്ന് വറുത്തെടുത്ത് ഇനി ഇതൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കണം. ശേഷം നമ്മൾ നന്നായി കടുക് പൊട്ടിച്ച് അതിലോട്ടൊരു 4-5 മുളകുമുളക് ചേർത്ത് അതൊന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലോട്ട് കുറച്ച് വേപ്പിലയും കൂടെ ചേർക്കാം. ഇനി നമ്മൾ ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലോട്ട് 1-2 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുവാണ്. അതിനുശേഷം ഇനി അതിലോട്ട് ഒരു ഇഞ്ചി ചതച്ചും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഞാനിവിടെ 2 പച്ചമുളകാണ് ഇതിനൊപ്പം ചേർക്കുന്നത്. 2 പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന ഉലുവയും അതുപോലെ തന്നെ കായവും പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി അതിനുശേഷം നമ്മൾ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ആദ്യം ചേർക്കാൻ പോകുന്നത്. ഞാനിവിടെ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി അതുപോലെ തന്നെ അത് ആദ്യം ഒന്ന് വഴറ്റി ഇനി ഇതിലോട്ട് ഒരു 2 സ്പൂൺ സാധാരണ മുളക് പൊടി കൂടെ ആഡ് ചെയ്യുവാണ്. ഇനി നമ്മൾ ഇതിലോട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ചും കൂടെ എണ്ണ ചേർത്ത് നന്നായി ഒന്നും കൂടെ യോജിപ്പിച്ചെടുക്കുവാണ്. ഇനി അതിനുശേഷം 2 സ്പൂൺ വിനാഗിരി ചേർത്ത് ഇളക്കുക. ഇനി ഇതിലോട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് പാകത്തിന് വേണ്ട ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഈ ഒരു മിക്സർ അടച്ച് വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തള വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ ഇതിലോട്ട് ചേർക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് മാങ്ങ എല്ലാം കൂടെ ഒരുമിച്ച് ഇളക്കി ചേർക്കാം. ഇനി ഒന്ന് ഉപ്പ് നോക്കി ഉപ്പ് ഇനിയും വേണമെങ്കിൽ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്ത് അതിനുശേഷം നമുക്കിത് നേരെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നിന്ന് ബൗളിലോട്ട് മാറ്റാം. ഇത്രയുള്ളൂ, നമ്മുടെ ടേസ്റ്റി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾ ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണേ. ബൈ.